السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും നാളെ സന്തോഷത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ മാസമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധമായ റമദാൻ നമ്മൾ അടുത്താണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ ബലപ്പെടുത്താൻ അമലുകളെ ഷർത്താക്കി. ഈമാനിനെ ബലപ്പെടുത്താൻ അമലുകളെ ഷർത്താക്കി. ശക്തമായ ഈമാനിന് അമലുകൾ നിർബന്ധമാണ്. അമലുകൾ കുറയുന്നതിനനുസരിച്ച് ഈമാനും കുറയും. അമലുകൾ ശോഷിക്കുന്നതിനനുസരിച്ച് ഈമാനും ബലഹീനമാവും. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ ഊർജസ്വലമായ അവസ്ഥക്ക് അമലുകൾ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ ഈമാൻ പറഞ്ഞെടുത്തൊക്കെ അമലു സ്വാലിഹാത്ത് പറഞ്ഞതും അതുകൊണ്ടാണ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അതുകൊണ്ട് തന്നെ ഈമാൻ ശരിയാക്കിയ ആളുകൾ, തൗഹീദ് ശരിയാക്കിയ ആളുകൾ അത് ശരിയാക്കുന്നതോടൊപ്പം അമലുകളിൽ മുന്നേറണം. ആ ഈമാനിനെ നിലനിർത്താനും അതിൻ്റെ ഇസ്തിഖാമത്തിനും അതിൻ്റെ നല്ല രൂപത്തിലുള്ള നിലനിൽപ്പിനും അമലുകൾ അത്യാവശ്യമാണ്. ചിലർ തോന്നും അമലുകൾ ചെയ്തിട്ടില്ല എങ്കിലും ഈമാനികമായ അവസ്ഥ നല്ലതായ പോരെ. അങ്ങനെയൊന്നുമില്ല. അമലില്ല എങ്കിൽ നമ്മളിൽ നിന്നും അമലുകൾ കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ദൗർബല്യം ഈമാനിനെ സാരമായ പരിക്കേൽപ്പിക്കും. അൽ ഈമാനു യസീദു വയൻഖുസ്. അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. യസീദു ബിത്താഅ, അനുസരണ കൊണ്ട്, നന്മകൾ പ്രവർത്തിക്കൽ കൊണ്ട് അത് അധികരിക്കും. ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. വയൻഖുസു ബിൽ മഅസിയ, തിന്മകൾ കൊണ്ട് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അമലുകൾ ഈമാനിനെ ശക്തമാക്കാനുള്ളതാണ്.
തൗഹീദിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് അമലുകൾ. എന്തുകൊണ്ടാണ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തേത് ഷഹാദത്തായത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം കാര്യമാണ്. ഇസ്ലാം കാര്യത്തിൽ കർമ്മങ്ങളാണ് പഠിപ്പിക്കുന്നത്. അസ്വലാ കർമ്മമാണ്, അസ്സക കർമ്മമാണ്, അസ്സിയാം കർമ്മമാണ്, അൽ ഹജ്ജ് കർമ്മമാണ്. കർമ്മങ്ങളെ പഠിപ്പിച്ച ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ്. ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും സ്പർശിക്കുന്ന കർമ്മമാണ് ഷഹാദ. അവന്റെ കർമ്മങ്ങൾ അവന്റെ ഈമാനുമായിട്ട് കണക്റ്റാണ്. അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ വിശ്വാസവുമായിട്ട് കണക്റ്റാണ്. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പീടിക തുറക്കാൻ പോകുന്ന ഒരാള് 1 രൂപ എടുത്ത് സദഖ എന്നും പറഞ്ഞ് അടുത്ത ജാറത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടാൽ അവിടെ അവൻ ചെയ്തത് സദഖയാണെങ്കിലും അവന്റെ കണക്ഷൻ ഈമാനിനെ ബാത്തിലാക്കുന്നതാണ്. ഈമാനുമായിട്ട് കണക്റ്റഡ് ആണ് അവൻ ചെയ്ത പ്രവൃത്തി. ഈമാനുമായിട്ട് കണക്റ്റഡ് ആണ്. രാവിലെ എഴുന്നേറ്റ് കട തുറക്കാൻ പോവാണ്, ഷോപ്പ് തുറക്കാൻ പോവാണ്, തഹജ്ജുദ് എഴുന്നേറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എൻ്റെ ബിസിനസ്സിൽ നീ ബർക്കത്ത് നൽകണേ. അവന്റെ ഈമാനുമായിട്ട് കണക്റ്റഡ് ആണ് അവന്റെ ആ പ്രവൃത്തി. അവന്റെ അഖീദയുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അമലുകളുടെ വ്യത്യാസം, അമലുകളുടെ കുറവുകൾ, അല്ലെങ്കിൽ അമലുകളുടെ ഉയർച്ച, അല്ലെങ്കിൽ അതിന്റെ വർധനവ്, അത് ഈമാനിന്റെ വർധനവും ഈമാനിന്റെ കുറയിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ തൗഹീദ് പഠിപ്പിച്ചവരുടെ തൗഹീദ് ഉറപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ തൗഹീദ് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിലും അമലുകളിൽ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അമൽ ചെയ്യാൻ പുതിയ പുതിയ അമലുകൾ സഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അവർ അത് ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ മുന്നേറാൻ, അതിൽ മത്സര ബുദ്ധി കാണിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർദ്. അല്ലാഹു പറയാണ്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വാ, തിടുക്കം കാണിക്കുക. ഒരു കഴിഞ്ഞാടല്ലേ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് പോകും, തീർന്നു പോകുന്നുള്ള ബേജാറ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം അവസ്ഥ. തീർന്നു പോവോ? അല്ലെങ്കിൽ ആദ്യം കൊടുത്തോണ്ടിരുന്നത് നല്ലതായിരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ക്വാണ്ടിറ്റി കുറയോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറയോ എന്നുള്ള ബേജാറ്. അല്ലാഹു പറയാണ്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വാ, താമസമില്ല, സമയമില്ല. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്ക്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് പെട്ടെന്ന് വാ, താമസിപ്പിക്കല്ലേ. അല്ലാഹു പറയാണ്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, അർളുഹസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്ന ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വാ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സംഗതിയാണത്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞ സംഗതിയാണ്. അത് അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. സ്വർഗം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു പറയാണ്, ഉഇദ്ദത്, അതിനെ നിർമ്മിക്കപ്പെട്ടത്, അതിനെ തയ്യാറാക്കി വെക്കപ്പെട്ടത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെട്ടു വാ. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറഞ്ഞു, സാബിഖൂ, ഒന്നിൽ സാരിഉ, രണ്ടാമത്തെ സാബിഖൂ, നിങ്ങൾ മുന്നിട്ട് വാ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വാ, സ്പീഡിൽ വാ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. അല്ലാഹു പറയാ, എന്നിട്ട് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, ഇതാർക്കാണ് തയ്യാറാക്കി വെച്ചത്? അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ഒരു ധൃതി ആവശ്യമാണ്. ഒരു മുസാബഖ, നന്മയിൽ ധൃതി കാണിക്കുക. ഉഹൈബ് ബിൻ വർദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദസ്തതഅത, നിനക്ക് സാധിക്കുമെങ്കിൽ,
നിനക്ക് സാധിക്കുമെങ്കിൽ, അല്ല യസ്ബിഖുക ഇലല്ലാഹി അഹദുൻ, ആരും അള്ളാഹുവിലേക്ക് നിന്നേക്കാൾ മുന്നേ കടക്കരുത്, നിന്റെ മുന്നേ ആവരുത് എന്നതിൽ പരിശ്രമിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഫഫഅൽ, നീ അത് ചെയ്യും. എന്നേക്കാൾ മുന്നിൽ ആരുണ്ടാവരുത്, ഞാനായിരിക്കണം അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ, അള്ളാഹുവിലേക്കുള്ള അമലുകൾ ചെയ്യുന്നതിൽ ഞാനാവണം മുമ്പിൽ എന്ന് നിനക്ക് തീരുമാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഫഫഅൽ, നീ അത് ചെയ്യും. നമുക്ക് മത്സരം കാണിക്കേണ്ട ഒരു മേഖല അതാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ മത്സരബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നാം. ജോലിയുടെ വിഷയത്തിലാവട്ടെ, ശമ്പളത്തിന്റെ വിഷയത്തിലാവട്ടെ, വീടിന്റെ വിഷയത്തിലാവട്ടെ, കാറിന്റെ വിഷയത്തിലാവട്ടെ, നമ്മൾ മത്സര ബുദ്ധി നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ അകത്തൊരു മത്സരമുണ്ട്. എനിക്ക് ഇന്നെടുത്തെത്തണം. നമ്മുടെ ലക്ഷ്യങ്ങൾ മുമ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക്, ആ എയിമിലേക്ക് എത്തിപ്പിടിക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് നാം. പക്ഷെ ഇസ്ലാം നമ്മെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച, ഉണർത്തിയ സംഗതി, നിങ്ങൾ നന്മയിൽ നിങ്ങൾ മത്സരം കാണിക്കണം. നമ്മുടെ ഇല്ലാത്തതാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരും അധികം ഇല്ലാത്ത സംഗതിയാണ് ഒരു മത്സരം, ഒരു മത്സര ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യത്തിന്റെ മുമ്പേ നിങ്ങൾ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തുക. വളരെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഞാൻ വിളിക്കുകയില്ല, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇടപെടിപ്പിക്കുകയുള്ളൂ, ഇബാദത്തായ സർവ്വതും അള്ളാഹുവിന് മാത്രമേ ഞാൻ നൽകുകയുള്ളൂ എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി അടുത്ത നിമിഷം അവന്റെ ജീവിതത്തിൽ അവൻ കുതിക്കേണ്ടത്, അവൻ മത്സര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ ആരംഭിക്കേണ്ടത് അമലുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യത്തിന്റെ മുമ്പേ നിങ്ങൾ 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തുക, നന്മകൾ ചെയ്യാൻ. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ശബാബക ഖബ്ല ഹറമിക്, നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങളെ തളർത്തുന്നതിന് മുമ്പ് നിങ്ങളെ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വാർദ്ധക്യം നിങ്ങളെ ക്ഷീണിപ്പിക്കും. നിങ്ങൾ ഊർജ്ജസ്വലത അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വല്ലാതെ ആവേശം കാണിക്കും, പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല. എന്തൊക്കെയോ ചെയ്യണമെന്ന് നിങ്ങളെ മനസ്സ് പറയും, പക്ഷെ നിങ്ങൾക്ക് കഴിയില്ല. മനസ്സ് വിചാരിക്കുന്നിടത്ത് ശരീരമെത്തുന്ന പ്രായം ശബാബാണ്. പ്രായമായി കഴിഞ്ഞാൽ മനസ്സ് വിചാരിക്കും, പക്ഷേ അവിടെ എത്താൻ ശരീരത്തിന് പറ്റണമെന്നില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളെ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, വാർദ്ധക്യം നിങ്ങളെ പിടിക്കുന്നതിന് മുമ്പ്, വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമാ തഫഅലൂ മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ്, വമാ തഫഅലൂ മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും അത് അല്ലാഹു അറിയുന്നുണ്ട്. ചെറിയതാവട്ടെ വലുതാവട്ടെ നമ്മൾ ചെയ്യുന്ന നന്മ ഖൈറാത്തുകൾ അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു പറയാ, നിങ്ങൾ പാതയം ഉണ്ടാക്കുക, ഉണ്ടാക്കുക. ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ്. അതായത് നിങ്ങൾ ഗനീമത്ത് ശേഖരിക്കുക, നിങ്ങളുടെ കൂടെ കരുതുക. നിങ്ങൾ ഒരു യാത്രക്ക് പോകുമ്പോൾ യാത്രക്കാരന്റെ സാദ് എന്താണ്? യാത്രാ സാമഗ്രികളാണ്. അവനാവശ്യമായ കാര്യങ്ങൾ എന്താണോ? ആഖിറത്തിലേക്കുള്ള യാത്രക്കാരാണ് നമ്മൾ. നമുക്ക് അമലുകൾ ഒരുപാട് വേണം. നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അള്ളാഹു നന്മകളെ ചോദിക്കും. എവിടെ? നമസ്കാരം എവിടെ? അള്ളാഹു ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമ്മുടെ അടുത്ത് വേണം എന്തെങ്കിലും. ഇല്ലെങ്കിൽ ക്ഷീണിക്കും. ഇഖ്തിബാറിന്റെ ദിവസമാണ്, ഇംതിഹാനിന്റെ ദിവസമാണ്. ക്ഷീണിക്കും, വല്ലാതെ ബേജാറാകും. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സാദ് ഒരുമിച്ച് കൂട്ടുക. ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ്, സൂക്ഷ്മത. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫത്തഖൂനി, എന്നെ സൂക്ഷിക്കുക. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ തഖ്വ കാണിക്കും. അള്ളാഹു അവിടെ പറയുന്ന പ്രയോഗം എന്താണ്? ഉലുൽ അൽബാബ്, ലുബുള്ളവർ, ബുദ്ധിയുള്ളവർ. നമ്മൾ ബുദ്ധിമാന്മാർ എന്ന് വിളിക്കേണ്ടവർ ശരിക്കും അവരാണ്. അവരല്ലാത്തവരൊക്കെ പൊട്ടന്മാരാണ്. അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. നാളെ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അവന് ദുനിയാവ് അറിയില്ല, അവന് ഇംഗ്ലീഷ് അറിയില്ല,
അവന് നല്ലൊരു ജോലി ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളൊന്നും അവൻ തട്ടിമുട്ടി ജീവിച്ച് പോകുന്നുണ്ട്. പക്ഷേ അവൻ ദിവസം ഖുർആൻ ഓതുന്നവനാണ്, രാവിലെ വൈകുന്നേരം ദിക്ർ മുടക്കാത്തവനാണ്, അവൻ പരമാവധി തഹജ്ജുദിന് ശ്രദ്ധിക്കുന്നവനാണ്, ദുആ ശ്രദ്ധിക്കുന്നവനാണ്, എപ്പോഴും അവന്റെ നാവിൽ ദിക്റാണ്. അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസു മൻ ദാന നഫ്സഹു ഖബല ബഅദൽ മൗത്ത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും ബുദ്ധിമാൻ നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ്. നമ്മൾ പറയും പൊട്ടന അല്ലെ, ചോദിക്കും നിനക്കെന്താ വേറെ പണിക്ക് പോയിക്കൂടെ, ഒരു ജോലിക്ക് പോയിക്കൂടെ, എന്തൊക്കെ ചെയ്യാം, പൈസ ഉണ്ടാക്കണ്ടേ? ബുദ്ധിമാൻ അവൻ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഖുർആനിന്റെ വഴിയിൽ, ദീനിന്റെ വഴിയിൽ അവന്റെ ചിന്ത മുഴുവനും അതാ. മൻ ജഅല ഹമ്മഹു അൽ ആഖിറ, ആരെങ്കിലും അവന്റെ ഹമ്മിനെ ആഖിറമാക്കിയാൽ അല്ലാഹു പറയാണ്, ആഖിറമാക്കിയാൽ ജമഅ അല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ അത് ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ജമഅ അല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. യഅതി ദുനിയ വഹിയ റാഗിമ, ദുനിയാവ് അവന്റെ കാൽക്കീഴിലേക്ക് വരും. ദുനിയാവാണത്, ദുനിയാവ് അവന് കിട്ടും, അവൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാൻ ഒരുങ്ങിയാൽ. എന്നിട്ട് അത് പറയാണ്, ആരെങ്കിലും അള്ളാഹു റസൂൽ പറയാണ്, ആരെങ്കിലും ദുനിയാവിന്റെ ചിന്തയിൽ ജീവിച്ചാൽ പൈസ ഉണ്ടാക്കണം, അതാക്കണം, ഇത് അവന്റെ മെയിൻ ചിന്ത ദുനിയാവാണ്. അതിന്റെ അടുക്ക് അവൻ ആഖിറത്തിൽ പണിയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അവന്റെ മെയിൻ ഹമ്മ് അത് ദുനിയാവായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറഖല്ലാഹു അംറഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു ശിഥിലമാക്കി കളയും. അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹു ഫഖറിനെ എഴുതും. എപ്പോഴും അവന്റെ മുമ്പിൽ ദാരിദ്ര്യത്തിന്റെ പേടി, എപ്പോഴും ദാരിദ്ര്യം പിടിക്കോ, കുടുങ്ങിപ്പോവോ, പൊട്ടിപ്പോവോ, ജോലി, എപ്പോഴും ആ ബേജാറ് കിടക്കും. എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ പണിയെടുക്കും. ദുനിയാവിന് പണിയെടുക്കുമ്പോൾ ആഖിറത്തിന്റെ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് മെല്ലെ ഓരോന്നായി ഇല്ലാണ്ടാവും. ദുനിയാവ് റിസ്ക് അത് അല്ലാഹു നമുക്ക് എഴുതപ്പെട്ടതാണ്, തീർച്ചയായിട്ടും നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ആഖിറം ഒഴിവാക്കിക്കൊണ്ട്, പരലോക ചിന്ത ഒഴിവാക്കിക്കൊണ്ട്, അതിലേക്കുള്ള അമൽ സ്വാലിഹാത്തുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ദുനിയാവിലേക്ക് പോകുന്നതെങ്കിൽ നമ്മളാണ് വിഡ്ഢികൾ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ലുബ്ബുള്ളവരെ, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായിട്ട് പറഞ്ഞു, വസിഹതക ഖബല സഖമിക, നിങ്ങളുടെ ആരോഗ്യത്തെ രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആരോഗ്യത്തെ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള അവസ്ഥ അത് ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹുവിന്റെ ആരോഗ്യമുള്ള അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മളോട് പറഞ്ഞതാണ്. ആഫിയത്ത് അല്ലാഹുവിനോട് ചോദിക്കണം. രോഗമുള്ള ഒരാളവസ്ഥ ഒന്നും വേണ്ട, വലിയ വലിയ രോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കല്ലേ, വലിയ വലിയ ക്യാൻസർ പോലെയുള്ള കിടത്തി കളയുന്ന രോഗത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ. നമുക്ക് നല്ലൊരു പനി വന്നാലുള്ള ക്ഷീണം, എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത, എപ്പോഴും കിടക്കണം തന്നെ തോന്നുന്ന ഒരു ക്ഷീണമുണ്ട്. പനി മാറിയാൽ ഉണ്ടാകുന്ന ഒരു ക്ഷീണമുണ്ട്. പനി ഫുള്ള് മാറി, ഇപ്പൊ പനിയില്ല, ചൂടൊന്നുമില്ല, പക്ഷെ ഒരു ക്ഷീണം അല്ലെ, അതിന്റെ അവസാനം എൻ്റെ ഒരു സംഗതി ഉണ്ട്, ഒരു ക്ഷീണം, ഒന്നിനും കഴിയില്ല, ഒരു ക്ഷീണം. ആ ക്ഷീണം നിലനിന്ന് പോയാലുള്ള അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്നിനും കഴിയില്ല. ആഫിയത്തില്ലായെങ്കിൽ നിസ്കാരം അതൊരു കാട്ടിക്കൂട്ടലായി മാറും. എന്തിനാ പറ്റ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് ആരോഗ്യം അത് ഇപ്പൊ നമുക്കുണ്ട്, അൽഹംദുലില്ലാഹ്. ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് വെക്കുക, പഠിക്കാൻ പറ്റുന്ന പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയെ കുറിച്ച് പറയും, കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടത് ചെറിയ പ്രായത്തിലാണ്, പക്ഷെ കണ്ണുകൊണ്ട് നേടാൻ പറ്റുന്നതൊക്കെ ഇബ്നു ബാസ് റഹിമഹുള്ള നേടിയെടുത്തു. പിന്നെ കണ്ണ് പോട്ടെ, എന്തിനാ കണ്ണുകൊണ്ട് കിട്ടേണ്ടതൊക്കെ അദ്ദേഹം നേടിയെടുത്തു. ഉമ്മത്തിന് ആ രൂപത്തിൽ കണ്ണുള്ളവർ, കാഴ്ചയുള്ളവർ ചെയ്യാത്തതൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചു. ഒരുപാട് പണ്ഡിതന്മാർ ചെറിയ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ. അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ രോഗത്തിന് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് പൈസ കൊണ്ട് ചെലവാക്കുക, സദഖ കൊടുക്കാൻ ഇപ്പോഴേ പറ്റുള്ളൂ. അതുകൊണ്ട് സദഖ കൊടുക്കുക, നന്മയിൽ മുന്നേറുക. പൈസ ഉള്ള സമയത്ത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുക. പൈസ ഉള്ള സമയത്ത് അടിച്ചു പൊളിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തിയറി അല്ലെ. പൈസ ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചോ, പൈസ ഇല്ലാണ്ടൊക്കെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ കഴിയില്ല. നേരെ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. പൈസ ഉള്ള സമയത്ത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു വെച്ചോ, പൈസ ഇല്ലാത്തപ്പോൾ അതിന് പറ്റൂല. പൈസ നല്ല പണക്കാരനായിരുന്നു, ആ സമയത്ത് ഒരു മദ്രസ ഉണ്ടാക്കി, ആ സമയത്ത് ഒരു പള്ളി ഉണ്ടാക്കി, ആ മദ്രസക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇന്നയാൾ ഫക്കീറാണ്, പക്ഷെ ഉള്ള സമയത്ത് അയാൾ ചെയ്തു വെച്ചതാണ് ഈ കാണുന്നത്.
അല്ലാഹു അക്ബർ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹയാതക ഖബല മൗതിക, മരണത്തിന് മുമ്പ് ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു ചോദിച്ചു, ഫൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി ഓരോ നഫ്സും എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കട്ടെ, എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കട്ടെ. സഹാബാക്കൾ ഇതിനു വേണ്ടി പണിയെടുത്തു ഓരോ സമയവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സദസ്സിൽ നിന്ന് ചോദിച്ചു, മൻ അസ്ബഹ, ഇന്ന് ആരാണ് ഇന്ന് പ്രഭാതത്തിലായത്? സ്വായിമൻ, ആരാണ് ഇന്ന് നോമ്പുകാരനായിട്ട് പ്രഭാതത്തിലായത്? മൻ അസ്ബഹ അൽ-യൗമ സ്വായിമൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു സദസ്സിൽ നിന്നും, അന, നബിയെ ഞാൻ. രണ്ടാമത് അല്ലാഹു റസൂൽ ചോദിച്ചു, മൻ തബഅ അൽ-യൗമ ജനാസതൻ, ആരാണ് ഇന്ന് ഒരു ജനാസയെ പിൻപറ്റിയത്? സദസ്സിൽ നിന്ന് ഒരൊറ്റ ശബ്ദം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ ആദ മരീളൻ, മൻ ആദ അൽ-യൗമ മരീള, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? സദസ്സിൽ നിന്നും ഒരേ ശബ്ദം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അത്അമ അൽ-യൗമ മിസ്കീന, ഇന്ന് ആരാണ് ഒരു മിസ്കീന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരൊക്കെ ഈ കാര്യത്തെ ഒരുമിച്ച് കൂട്ടിയ ഒരു ദിവസത്തിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമലി രംഗത്ത് ജേതാക്കളാകുന്ന വിഷയത്തിൽ മുൻപന്തിയിലായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നടന്നു പോവാണ്, കൂടെ അബൂബക്കറും ഉണ്ട്. ഞാൻ അബൂബക്കറും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നു പോവാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത്. പുറത്തു നിന്ന് കേൾക്കുന്നത്. നടന്നു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ടു. അതിനുശേഷം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. അത് നിസ്കാരത്തിലാണ് ഓതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ചോദിക്കുക, അള്ളാഹു നിനക്ക് നൽകും എന്ന് നബി തങ്ങൾ 2-3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. നീ ചോദിക്കുക, അള്ളാഹു നിനക്ക് നൽകും. ഇത് കേൾക്കുന്നത് ആരാ? ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവർ നടന്ന് മുമ്പോട്ട് പോയി. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിക്ക് രാത്രി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു. അപ്പോ ഉള്ളിൽ നിന്ന് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ചോദിച്ചു, ആരാണ്? ഞാൻ ഉമറാണ്, ഇന്ന കാര്യം പറയാൻ വന്നതാണ്. ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സബഖക അബൂബക്കർ, അബൂബക്കർ നിന്നെ മുൻകടന്നിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ ഈ പറഞ്ഞ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ മാത്രമല്ല, ഞാൻ വിട്ടു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓത്ത് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ നടക്കുന്ന വഴിയിൽ പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതുപോലെ ഓതണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനെ പിന്തുടരട്ടെ എന്ന ഹദീസിലുള്ളതാണ്. ആർക്കെങ്കിലും ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങിയത് അതുപോലെ ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനെ പിന്തുടരട്ടെ. ഇത് കേട്ടിട്ട് ഇത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു നന്മയെ അദ്ദേഹത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തിടുക്കം കാണിച്ച് രാത്രിക്ക് രാത്രി വന്ന് വാതിൽ മുട്ടുകയാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സബഖക അബൂബക്കർ, അബൂബക്കർ നിന്നെ മുൻകടന്നിരിക്കുന്നു. അതിന് മുമ്പ് ആരെത്തി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തി. തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടാണ്. എപ്പോഴും മത്സരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഹദീസിൽ, ഇപ്രാവശ്യം ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ തബൂക്ക് യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട് സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രയാസമുള്ള യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം. കഠിനമായ ചൂട്, പട്ടിണി, ദാരിദ്ര്യം, ഒന്നുകൊണ്ടും സഹാബാക്കള് ആ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറല്ല. പക്ഷെ യുദ്ധത്തിന്റെ വിളിയാളം വന്ന് എല്ലാവരും ഒരുക്കമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തീരുമാനിച്ചു, ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കണം. അദ്ദേഹം സമ്പത്തിന്റെ പകുതിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഓരോരുത്തരും ചോദിച്ചു, എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുവന്നത്?
ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാൻ അള്ളാഹുന്റെ എന്റെ വീട്ടിലുള്ള പകുതിയും എന്റെ പകുതി സമ്പത്തും യാ റസൂലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു കാതോർക്കുകയാണ് അബൂബക്കറിന്റെ മറുപടി. ഇന്ന് അബൂബക്കറിനെ തോൽപ്പിച്ച് നന്മയിൽ ഉമർ മുന്നിലാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ അബൂബക്കർ, നീ എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയത്? നീ എന്താണ് കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കിയത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഖൈതു ലിഅഹ്ലി അല്ലാഹ വറസൂലഹു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറിനെ നന്മയിൽ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവർ മത്സരിച്ചു. പ്രിയപ്പെട്ടവരെ, ഫഖീറന്മാരായ മുഹാജിറുകളായ ഫഖീറായ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ذهب أهل الدثور بالدرجات العلى والنعيم المقيم. നബിയെ, പണമുള്ളവർ, പണക്കാരായ ആളുകൾ അവർ മുന്നേറി നബിയെ, അവർ മുമ്പിൽ കടന്നുപോയി, നമുക്ക് പറ്റുന്നില്ല. അവർ സദഖ, അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നുസല്ലി വയുസല്ലൂൻ, നമ്മൾ നിസ്കരിക്കുന്നു അവർ നിസ്കരിക്കുന്നു. വനസൂം കമാ യസൂമൂൻ, നമ്മൾ നിസ്കരിക്കുന്നു അവർ നിസ്കരിക്കുന്നത് പോലെ, നമ്മൾ നോമ്പ് നോക്കുന്നു അവർ നോമ്പ് നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ അള്ളാഹിന്റെ മാർഗത്തിൽ സദഖ കൊടുക്കുന്നു നബിയെ, നമുക്ക് സദഖ കൊടുക്കുന്നില്ല. നമ്മൾ സദഖ കൊടുക്കുന്നില്ല, നമ്മൾക്കില്ല കൊടുക്കാൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവാക്കുന്നു നബിയെ, നമുക്ക് ചെലവാക്കാനില്ല. അപ്പൊ പണമുള്ളവർ നബിയെ മുൻകടന്നു പോയി. സങ്കടം, സങ്കടം. പണമുള്ളവരെ കാണുമ്പോൾ പണമില്ലാത്തവന്റെ സങ്കടം എന്താണ്? അവർ സദഖ കൊടുക്കുന്നു, നന്മകൾ ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടം. മുഹാജിറുകളായ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒന്ന് പരാതി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുത്തു. നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ 33 പ്രാവശ്യം ചൊല്ലാൻ. ഇത് ചൊല്ലുന്നവരെ മുൻകടക്കാൻ ഇതുപോലെ ചൊല്ലുന്നവരല്ലാതെ ഇല്ല. ഇത് ചൊല്ലുന്നവരെ മുൻകടക്കാൻ ഇതുപോലെ ചൊല്ലുന്നവരല്ലാതെ ഇല്ല. ഒരു വഴി പറഞ്ഞാൽ നമുക്ക് അവരെ ദർജയിലേക്ക് എത്താൻ സിമ്പിൾ ദിക്ർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് നന്മയിൽ മുന്നേറുക, നന്മ ദിക്റിക്കുക, കഴിയുന്നതൊക്കെ ചെയ്യുക, ദിക്റായിട്ട് ചെയ്യുക, ദിക്റായിട്ട് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിന്റെ ശ്രേഷ്ഠത ഒരുപാട് ഹദീസുകളിൽ, വെറുതെ ഇരിക്കുമ്പോൾ ചിലരുടെ ജോലിയൊക്കെ ദിക്ർ ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് ചെയ്യുക. ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാ എപ്പോഴും ദിക്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പണ്ഡിതനാണ്. എത്രത്തോളം അദ്ദേഹം ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ചോദ്യോത്തര സെഷൻ ഉണ്ടാവും, ചോദ്യം ചോദിക്കുന്ന സമയം. ഒരു ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ, അതായത് ചോദ്യം ചോദിച്ച് ഇദ്ദേഹം മറുപടി പറയുന്നതിനിടയിൽ അദ്ദേഹം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അദ്ദേഹം ചോദ്യം കേൾക്കായിരിക്കും ചെവി കൊണ്ട്, അതിൻ്റെ ഇടയിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ. ആർക്കും അതിന്റെ ഫള് മനസ്സിലാകില്ല, ഇല്ലാ ഫീ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു നിർത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെത്തിയ ആളുകൾ അവർ ആകാശത്ത് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെ പോലെ സ്വർഗത്തിലെ ഉന്നതമായ ദറജയിലുള്ള ആളുകളെ കാണും. സ്വർഗത്തിൽ ഉന്നതമായ ദറജയിലുള്ള ആളുകളെ സ്വർഗത്തിലുള്ള ആളുകൾ കാണും. എങ്ങനെ കാണും? ഭൂമിയിലുള്ള നമ്മൾ ആകാശത്ത് വിദൂരത്ത് എവിടെയോ നിൽക്കുന്ന സുറയ്യ പോലെയുള്ള നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് നമ്മൾ കാണുന്നത് പോലെ സ്വർഗത്തിലുള്ള ആളുകൾ ഉയർന്ന ദറജകൾ കരസ്ഥമാക്കിയ ആളുകളെ കാണും. ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അത് അമ്പിയാക്കളുടെ ദറജ ആയിരിക്കുമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതൊരുവന്റെ കയ്യിലാണോ ഈ മുഹമ്മദിന്റെ ആത്മാവ്, അവനാണ് സത്യം. അവിടെ എത്തുന്നവള് റിജാലുൻ സദഖൂ, സത്യസന്ധരായ റിജാലുകൾ, വആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുന്ന ആൺകുട്ടികൾ അവിടെ എത്തും എന്നാണ് റസൂൽ. റിജാല്, ആൺകുട്ടികൾ അവിടെ എത്തും, ചുണക്കുട്ടികൾ അവിടെ എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്മയിൽ മുന്നേറുക. റമദാനാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് നോമ്പ് ശീലിക്കാൻ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച, തിങ്കളാഴ്ച നോമ്പ് സാധാരണ എടുക്കാത്തവർ അതെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ, അതല്ലാത്തതുമായ സുന്നത്തായ നോമ്പുകൾ, നഫ്ലായ നോമ്പുകൾ നമുക്ക്
റജബിലും ഷഅബാനിലുമായിട്ട് എടുക്കാം. അതേപോലുള്ള നന്മകൾ അധികരിപ്പിക്കുക. ഒരു നന്മയും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അത് എത്ര ദർറത്താണെങ്കിലും അത് അള്ളാഹുവിന്റെ അടുക്കൽ നന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമ്മളുടെ ഖുർആന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. പ്രയോജനപ്പെടുത്തുക, പഠിക്കുക, ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്കുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.